മുംബൈയിലെ മലാഡിലുള്ള സരസ്വതി അപ്പാർട്ട്മെന്റ്സിലെ 12th ഫ്ലോറിലായിരുന്നു 25 വയസ്സുള്ള അർപ്പിത തിവാരി തൻ്റെ പാരൻസിൻ്റെ കൂടെ താമസിച്ചിരുന്നത്. അവർ ഒരു വോക്കലിസ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ആങ്കറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഭാവിയിൽ നല്ലൊരു ആക്ട്രസ് ആവണം, അതുപോലെ തന്നെ നല്ലൊരു വോക്കലിസ്റ്റ് ആകണം എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ ആഗ്രഹം. അവരവരുടെ ജോലിയിൽ നല്ല പാഷനേറ്റ് ആയിരുന്നു. ഇവൻസിൽ നിന്നും മറ്റുമൊക്കെ നല്ല രീതിയിലുള്ള വരുമാനങ്ങളും മറ്റും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ ഫാമിലിയുമായിട്ടും നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു. അതായത് എന്തെങ്കിലും ഇവൻസിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ പറഞ്ഞ് കറക്റ്റ് ചെയ്ത സമയത്ത് എത്തുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത്. അതേപോലെ തന്നെ കറക്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ പാരൻസുമായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 10, 2017 ഒരു ഇവൻ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അർപ്പിത തൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഒരു രാത്രി 9 മണിക്ക് ഇറങ്ങിയതായിരുന്നു. എന്നാൽ അന്നത്തെ ദിവസം പാരൻസ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ച് കാണില്ല അതായിരിക്കും തങ്ങളുടെ മകളെ അവസാനമായി ജീവനോടെ കാണുന്ന ദിവസം എന്നുള്ളത്. അർപ്പിത അവിടെ നിന്ന് നേരെ പോയത് മാനവസ്ഥൽ സൊസൈറ്റി അപ്പാർട്ട്മെന്റ്സിലോട്ടായിരുന്നു. അവിടുത്തെ 15ാമത്തെ ഫ്ലോറിൽ ഒരു ഫ്ലാറ്റിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. അർപ്പിതയുടെ ഒരു 5 ഫ്രണ്ട്സും ആയിരുന്നു അന്ന് ആ ഒരു പാർട്ടിയിൽ ഉണ്ടായിരുന്നത്. അന്നത്തെ രാത്രി മുഴുവൻ അവർ പാർട്ടി ചെയ്തു. അവർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫണ്ണായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വെളുപ്പിന് വരെ അവർ പാർട്ടി ചെയ്തു. ഏകദേശം ഒരു വെളുപ്പിന് സമയത്തായിരുന്നു ഓരോരുത്തർ കിടന്നുറങ്ങാനായിട്ട് പോയത്. അർപ്പിത അന്നത്തെ ദിവസം ഹാളിലെ സോഫയിലായിരുന്നു കിടക്കുന്നുണ്ടായത്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു. ഏകദേശം വെളുപ്പിന് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്താണ് അർപ്പിതയുടെ ഫ്രണ്ടായിട്ടുള്ള അമിത് എഴുന്നേറ്റ് നോക്കുന്നത്. അമിതും ഹാളിൽ തന്നെയായിരുന്നു അന്ന് കിടക്കുന്നുണ്ടായിരുന്നത്. ആൾ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് അർപ്പിതയെ കാണാനില്ല. അപ്പോൾ ടോയ്ലറ്റിൽ പോയിരിക്കായിരിക്കും എന്ന് വിചാരിച്ച് ടോയ്ലറ്റിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഡോർ ലോക്കായിരുന്നു. അപ്പോൾ ആൾ വീണ്ടും വന്നങ്ങേര് കിടന്നുറങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൾക്ക് വീണ്ടും ഉണർച്ച വരികയാണ്. ആൾ വീണ്ടും നോക്കിയപ്പോൾ അപ്പോഴും അർപ്പിത അവിടെ കിടക്കുന്നില്ല. ആൾ നേരെ ടോയ്ലറ്റിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ടോയ്ലറ്റിൻ്റെ ഡോർ ലോക്ക്ഡ് ആണ്. ആൾ അതിൽ തട്ടി വിളിച്ച് നോക്കി, എന്നാൽ അവിടെ നിന്ന് അർപ്പിതയുടെ ഭാഗത്തു നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. അത്രയൊക്കെ ആയപ്പോൾ ആൾ ചെറുതായിട്ട് പാനിക് ആവാണ്. നേരെ തന്നെ അർപ്പിതയെ കൊണ്ടുവന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, പങ്കജ് എന്നാണ് ആളുടെ പേര്. ആളവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആളെ ചെന്ന് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു അർപ്പിത ടോയ്ലറ്റിൽ പോയതാണെന്ന് തോന്നുന്നുണ്ട്, ഇവിടെ കാണുന്നില്ല. അതേപോലെ തന്നെ ആ ടോയ്ലറ്റ് തട്ടിയിട്ട് മുട്ടിയിട്ടൊന്നും യാതൊരു റെസ്പോൺസും ഇല്ല, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ടോയ്ലറ്റിൻ്റെ ഡോറ് അകത്ത് നിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും കീ ഉപയോഗിച്ച് നമുക്ക് പുറത്തുനിന്ന് തുറക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു ലോക്കായിരുന്നു ആ ഒരു ഡോറിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഡോറ് തുറന്ന് നോക്കാം, അപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ആ ഒരു കീ എടുത്തുകൊണ്ട് വന്ന് ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് നോക്കുകയായിരുന്നു. അവർ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ അർപ്പിത ഇല്ല ആ ടോയ്ലറ്റിൽ. അതുപോലെ തന്നെ ടോയ്ലറ്റിലെ ആ ചില്ലുണ്ടല്ലോ, അത് കുറച്ചെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1-2 ചില്ല് പൊട്ടി നിലത്ത് കിടക്കുന്നുണ്ട്. സോ ആ ഒരു ജനലിലൂടെ അർപ്പിത പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചാടിയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത അവർ തള്ളിക്കളഞ്ഞില്ല. അപ്പോൾ അവരാകപ്പാടെ പാനിക് ആവുകയാണ്. അതുപോലെ തന്നെ പങ്കജ് നേരെ തന്നെ വിനിത എന്ന് പറയുന്ന അർപ്പിതയുടെ സിസ്റ്ററിനെ വിളിക്കുകയാണ്. അതായത് അർപ്പിത വീട്ടിലെത്തിയോ എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ വിനിത പറഞ്ഞു, ഞാൻ ഓഫീസിലോട്ട് വന്നു, ഞാൻ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നേരെ തന്നെ ഈ ഒരു വിനിത അച്ഛനെ വിളിക്കുകയാണ്. എന്നിട്ട് അർപ്പിത വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല, അർപ്പിത ഇന്നലെ രാത്രി പോയതാണ്, ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഉടനെ തന്നെ സിസ്റ്റർ പങ്കജിനെ വിളിച്ച് ആ ഒരു വിവരം പറയുകയായിരുന്നു. ഇതുകൂടെ ആയപ്പോൾ അവർ രണ്ടുപേരും ആകപ്പാടെ പേടിച്ചു. അവർ നേരെ താഴെ ഇറങ്ങി നോക്കുകയാണ്. അതായത് അർപ്പിത എങ്ങനെ നിലത്ത് വീണിട്ടുണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ഇറങ്ങിപ്പോയത് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ. അങ്ങനെ 2 പേര് അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ വന്നിങ്ങനെ പരതുന്നത് കണ്ടപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ വന്ന് ചോദിക്കുകയാണ് എന്താണ് നോക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സെക്യൂരിറ്റിക്കാരുടെ അടുത്ത് ഇവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവൾ ടോയ്ലറ്റിൽ കയറിയതാന്ന് തോന്നുന്നുണ്ട്, ടോയ്ലറ്റിലത്തെ ചില്ലൊക്കെ പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ ആ ഒരു എയർ ഹോള് വഴി ഇറങ്ങിയിട്ട്, അതായത് ആ ഒരു ഡോറ് വഴി ഇറങ്ങി, ഡോറെന്ന് പറയാൻ പറ്റില്ല, ടോയ്ലറ്റിൻ്റെ മുകളിലുള്ള ഒരു ജനലില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾക്കൊക്കെ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുന്ന അത്രയും വലുപ്പുണ്ടാവും, ചില്ലിങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയുള്ളൊരു ജനലായിരുന്നു. സോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചില്ലെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മാറ്റുന്നതിൻ്റെ ഇടയിലായിരിക്കും 1-2 പൊട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ചില്ലൊക്കെ ബാത്റൂമിൽ കിടക്കുന്നുണ്ട്, അവൾ ഇതിലൂടെ ഇറങ്ങിയോ എന്നുള്ളൊരു സംശയമുണ്ട്, നിങ്ങൾ കണ്ടോ എന്നുള്ളൊരു കാര്യം സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ ആരും പോകുന്നതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളും കൂടെ ഇവരുടെ കൂടെ കൂടിയിട്ട് ആ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അവർ 15ാമത്തെ ഫ്ലോറിൻ്റെ താഴെയുള്ള ഓരോരോ ഫ്ലോറുകളിലും ഇങ്ങനെ അന്വേഷിച്ച് വരികയായിരുന്നു. അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് 2ാമത്തെ ഫ്ലോറിൻ്റെ AC ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ, അതിൽ ഹാഫ് നേക്കഡ് ആയിട്ടുള്ള അർപ്പിതയുടെ മൃതദേഹം വീണ് കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവർ കണ്ടത്. ഇത് കണ്ട് അവരാകപ്പാടെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോഴത്തേനും അവിടെ ആളുകളൊക്കെ ഓടിക്കൂടുകയാണ്. ഉടനെ തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു.
അപ്പോൾ യഥാർത്ഥത്തിൽ അർപ്പിതയ്ക്ക് എന്താണ് സംഭവിച്ചത്? 2017 പോലീസിനെ ആകപ്പാടെ തലവേദന പിടിപ്പിച്ച ഒരു കേസായിരുന്നു ഇത്. ഈ ഒരു കേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു കേസ് സോൾവ് ചെയ്യാൻ ഇതുവരെ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഈ ഒരു കേസിന്റെ ഡീറ്റെയിൽസും മറ്റൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ആ ഒരു സ്ഥലത്തോട്ടെത്തി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അപ്പോഴത്തേനും ഫോറൻസിക് ടീം എത്തി അവരും തെളിവുകളും മറ്റും ശേഖരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോലീസുകാർ അപ്പോഴത്തേനും അർപ്പിതയുടെ ഫാമിലി മെമ്പേഴ്സിനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരും ആ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോലീസുകാർ ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയായിരുന്നു. പോലീസുകാരുടെ പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആത്മഹത്യയാണെന്നുള്ള തരത്തിലായിരുന്നു. എന്നാൽ അർപ്പിതയെ പാരൻസ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഈ 5 പേരിൽ ആരെങ്കിലും ആയിരിക്കും അവളെ കൊലപ്പെടുത്തിയത് എന്നുള്ള തരത്തിൽ പോലീസിനൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാവരെയും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാനും തുടങ്ങി. അപ്പോൾ അർപ്പിതയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജാർഖണ്ഡുകാരാണ്. ജാർഖണ്ഡിൽ നിന്ന് എന്താ പറയുക, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മുംബൈയിൽ വന്ന് സെറ്റിലായതാണ്, ജീവിക്കുന്നതിനും പുതിയ തൊഴിൽ കണ്ടെത്തുന്നതിനും മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. ത്രിവേണിനാഥ് തിവാരി, നിർമ്മല തിവാരി എന്ന് പറയുന്ന ദമ്പതികളിലെ 3 പെൺമക്കളിൽ ഏറ്റവും ഇളയ പെൺകുട്ടിയായിരുന്നു ഈ അർപ്പിത എന്ന് പറയുന്നത്. ഇവർക്ക് 2 ചേച്ചിമാരായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്ത ചേച്ചിയുടെ പേര് ശ്വേത, രണ്ടാമത്തെ ചേച്ചിയുടെ പേര് വിനിത. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വേറെ വേറെ ആയിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു അർപ്പിതയും അർപ്പിതയുടെ പാരൻസും ആയിരുന്നു ആ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അർപ്പിതയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ അവർക്കൊരു പ്രണയമുണ്ട്. 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. അതായത് 16ാമത്തെ വയസ്സിലാണ് പങ്കജ് എന്ന് പറയുന്ന ഒരു പയ്യനെ അവർ പരിചയപ്പെടുന്നത്. അതിനുശേഷം അവർ നല്ല സുഹൃത്തുക്കളായി പിന്നീട് അവർ പ്രണയത്തിലാവുകയുമായിരുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഏകദേശം 8 വർഷത്തോളം അവർ ആ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. ആ ഒരു പങ്കജ് ത്രൂ ആണ് ഈ അമിത് എന്ന് പറയുന്ന ഒരു പയ്യനെ പരിചയപ്പെടുന്നതും. ആ ഒരു അമിത്തിൻ്റെ ഫ്ലാറ്റിലായിരുന്നു ഇവരെല്ലാവരും കൂടെ പാർട്ടി ചെയ്യുന്നുണ്ടായിരുന്നത്. അമിത്തിൻ്റെ കൂടെ ആളുടെ 2 സുഹൃത്തുക്കൾ കൂടെ ആ ഒരു ഫ്ലാറ്റിലുണ്ടായിരുന്നു. അവർ 3 പേരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. മനീഷ് ജയ്സ്വാൾ, ശ്രാവൺ സിംഗ് എന്ന് പറയുന്ന 2 പേരായിരുന്നു അത്. പിന്നെ അവരുടെ കുക്കായിട്ടുള്ള കൃഷ്ണയും അന്നത്തെ ദിവസം ആ ഒരു ഫ്ലാറ്റിലുണ്ടായിരുന്നു. ആളായിരുന്നു അവിടെ താമസിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ഈ ഒരു 5 പുരുഷന്മാരും ഈ ഒരു പെൺകുട്ടിയുമായിരുന്നു അന്നത്തെ ദിവസം ആ ഒരു പാർട്ടി നടക്കുന്ന ടൈമിൽ ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നത്. പോലീസുകാരങ്ങനെ ആ ഒരു 5 പേരെയും മാറി മാറി ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എന്നാൽ അവരെല്ലാവരും പറഞ്ഞത് ഒരേ കാര്യമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കണ്ണുറന്ന് നോക്കുന്ന സമയത്ത് അർപ്പിതയെ കാണാനില്ല എന്നുള്ളത്. അതായത് അർപ്പിത എങ്ങോട്ടാണ് പോയത്, എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ ഒരു സമയത്ത് ആർക്കും മനസ്സിലായില്ല. പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയതെന്നുള്ളതായിരുന്നു അവർ 5 പേരും പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ പോലീസുകാർ അർപ്പിതയുടെ മാനേജറെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. അപ്പോഴാണ് ആൾ 1-2 കാര്യങ്ങൾ പറഞ്ഞത്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ കഴിഞ്ഞ 1-2 ഇവൻറ്റ്സ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സാധാരണ അത്തരത്തിലുള്ളൊരു സ്വഭാവം ഇല്ലാത്ത ഒരാളാണ് അർപ്പിത. എന്തെങ്കിലും ഒരു ഇവൻറ്റിന് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചെല്ലുന്ന ഒരാളായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ഇവൻറ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ഈ മാനേജർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് വല്ലാത്ത ഇഷ്യൂസിലൂടെ കടന്നു പോവാണ്. അപ്പോൾ എന്താ പറയുക, കാര്യങ്ങളൊന്നും സെറ്റല്ല, അതുകൊണ്ടാണ് വരാത്തതെന്നുള്ളൊരു രീതിയിലായിരുന്നു മാനേജറിൻ്റെ അടുത്ത് അർപ്പിത പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ പോലീസുകാർ അമിത്തിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ പാർട്ടി നടന്ന ദിവസം പങ്കജും അതുപോലെ തന്നെ അർപ്പിതയും തമ്മിൽ വലിയ രീതിയിലുള്ള അടി ഉണ്ടായിരുന്നു. പിന്നീട് താനാണ് ഇവർ 2 പേരെയും സമാധാനിപ്പിച്ചിട്ട് എന്താ പറയുക, ഈ പെൺകുട്ടിയെ ഹാളിൽ കൊണ്ടുപോയി ഇങ്ങേറ്റ് സോഫയിൽ കിടത്തിയത്. അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഒരു അമിത് പോലീസിനോട് പറയുകയുണ്ടായി. പിന്നീട് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അർപ്പിതയെ കാണാനുമില്ല. ഇത്തരത്തിലുള്ള കഥകളൊക്കെ കേട്ടപ്പോൾ പോലീസിന് തോന്നി പങ്കജ് ആയിരിക്കാം ഇത്തരത്തിലുള്ളൊരു കാര്യത്തിൻ്റെ പിന്നിലെന്നുള്ളത്. എന്നാൽ പങ്കജിനെയും ബാക്കിയുള്ള ആളുകളെയൊക്കെ പോലീസുകാർ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ പങ്കജിനോട് ചോദിച്ചു കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ പങ്കജ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയാണ്. താനും തന്നെ ഗേൾ ഫ്രണ്ടും തമ്മിൽ സ്ഥിരമായിട്ട് അടി ഉണ്ടാവാറുണ്ടായിരുന്നു. തലേ ദിവസം ഇതേപോലെ തന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാനവിടെ പോയി ഇങ്ങനെ കിടക്കാനുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു അമിത്താണ് അർപ്പിതയെ കൊണ്ടുവന്ന് ഇങ്ങനെ ഹാളിൽ കൊണ്ട് കിടത്തിയത്. അപ്പോൾ അർപ്പിതയുടെ അടുത്ത് ഡ്രസ്സ് മാറാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർപ്പിത അതിനൊന്നും കൂട്ടാക്കിയില്ല, അവിടെ തന്നെ കിടന്നു. ആ ഒരു സമയത്ത് ഈ ഒരു അമിത് അർപ്പിതയുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോയ സമയത്ത് അമിത്തിനെ അർപ്പിത കൈ ഓങ്ങി ഒരു അടി അടിച്ചു. നീ എൻ്റെ ബോയ് ഫ്രണ്ടിനെ പോലെ ആകരുതെന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഈ ഒരു പങ്കജ് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ തന്നെ അതിനുശേഷം എന്ത് നടന്നു എന്നറിയില്ല. ആൾ അത്യാവശ്യം നല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആൾ കടന്നുറങ്ങി പോവുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം ഈ ഒരു അമിത് വിളിക്കുമ്പോഴാണ് പങ്കജ് എഴുന്നേൽക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഫോറൻസിക്കുകാർ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ടോയ്ലറ്റിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ഒരു അമിത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് ആയിരുന്നു.
അവിടെ ഉണ്ടായിരുന്ന എന്താ പറയുക സാനിറ്റൈസ് ചെയ്യുന്ന ബോട്ടിൽസിലും അതുപോലെ തന്നെ എന്താ പറയുക ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ബോട്ടിൽസിലും അതേപോലെ ടോയ്ലറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ഈ ഒരു അമിതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് ആയിരുന്നു. പിന്നെ അവരുടെ കുക്കായിട്ടുള്ള കൃഷ്ണ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാളെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാളും ചില കാര്യങ്ങൾ പറയുകയാണ്. അതായത് അന്നത്തെ ദിവസം അവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. പിന്നെ ആളന്നത്തെ ദിവസം വലിയ കാര്യമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, വളരെ ലൈറ്റായിട്ട് മാത്രമേ മദ്യപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾക്ക് എന്താ പറയുക വലിയ കാര്യമായിട്ട് ബോധം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരെയും പോലെ ആളും കിടന്നുറങ്ങി. എന്നാൽ ഒരു വെളുപ്പിന് 5 മണി ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കൊരു ഉണർച്ച വന്നിങ്ങായിട്ട് ആൾ നോക്കുകയാണ്. ഉണർന്ന് നോക്കുന്ന സമയത്ത് അമിതും അർപ്പിതയും ഒരുമിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ആൾ കണ്ടത്. എന്നാൽ ആളത് വലിയ കാര്യമാക്കിയില്ല. ആൾ വീണ്ടും ഉറങ്ങാനായിട്ട് പോയി. എന്നാൽ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്ത ഉണർച്ച വരുന്ന സമയത്ത് ആൾ നോക്കുമ്പോൾ അവർ രണ്ടുപേരും ആ ഒരു ഹാളിലവിടെ കിടക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ആളുടെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ഇവരുടെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം പോലീസുകാർ പോളിഗ്രാഫി ടെസ്റ്റ് എടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവരെ 5 പേരെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കുകയാണ്. എന്നാൽ ഇതിൽ ഒരാളുടെ ടെസ്റ്റ് മാത്രമായിരുന്നു നെഗറ്റീവ് ആയത്. അത് വേറെ ആരുടെയും ആയിരുന്നില്ല, അമിതിൻ്റെ ആയിരുന്നു. അപ്പോൾ ആൾ പറയുന്നതിൽ നുണകളുണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലായി. എന്നാൽ അതിനുശേഷം എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഈ പറഞ്ഞ കഥ തന്നെയായിരുന്നു ആൾ തിരിച്ചും മറിച്ചും തന്നെ പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അർപ്പിതയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വരികയാണ്. അപ്പോൾ പോലീസിനൊരു കാര്യം വ്യക്തമായി, റേപ്പോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളത്. എന്നാലും ഇതൊരു ആത്മഹത്യ ആയിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതിൻ്റെ കാരണങ്ങൾ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ജനലുടെ ചില്ലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി ഒരിടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയുക 1-2 പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആൾ അതിൻ്റെ ഉള്ളിലൂടെ ചാടിയതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ജനലുടെ മുകളിൽ അടക്കി വെച്ചിരുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിലത്ത് വീണ് കിടന്നിട്ടുണ്ടാകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽസ് എല്ലാം അവർ താഴെ എടുത്ത് വെച്ചതിന് ശേഷമായിരിക്കാം ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ചാടാനായിട്ട് നോക്കിയിട്ടുണ്ടാവുക. എന്നാൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു സെനാരിയോയിൽ അവർ പോലീസുകാർ നോക്കുമ്പോൾ കണ്ടൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആ ജനലുടെ അവിടെ കറക്റ്റായിട്ട് അടക്കി വെച്ചിട്ടുമുണ്ട്. അതിലൊക്കത്തിലും ഈ ഒരു അമിതിൻ്റെ ഫിംഗർ പ്രിൻറ്റും ഉണ്ട്. സോ അമിത് ആ ഒരു പെൺകുട്ടിയെ അതിൻ്റെ ഉള്ളിലൂടെ തള്ളിയിട്ടതിന് ശേഷം ആ സാധനങ്ങൾ അവിടെ അടക്കി വെച്ചതാണെങ്കിലോ എന്നുള്ളൊരു സംശയം പോലീസുകാർക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് ഈ ഒരു അമിതിനെ പോലീസുകാർ കോടതിയിൽ ഹാജരാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരു അമിതിൻ്റെ വക്കീൽ അവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പങ്കജും അർപ്പിതയും തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പങ്കജ് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ അമിതിനെ ഈ ഒരു കൊലപാതകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു ഡയറക്റ്റ് എവിഡൻസും ഇല്ല, ജസ്റ്റ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇയാളാണ് കൊലപാതകി എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളത് ഈ അമിതിൻ്റെ വക്കീൽ കോടതിയിൽ പറയുകയാണ്. അങ്ങനെ 2018 ഡയറക്റ്റായിട്ട് ഈ ഒരു കൊലപാതകവുമായിട്ട് ഇയാളെ ലിങ്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ആൾക്ക് കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ഈ കേസിൽ വലിയ കാര്യമായിട്ടുള്ള പുരോഗതിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ അവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാലും കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഈ ഒരു കേസിനെ വെച്ചെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 തിയറീസ് ആണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കാം സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളൊരു തരത്തിൽ. അപ്പോൾ ആ തിയറീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അർപ്പിതയും പങ്കജും തമ്മിൽ സ്ഥിരമായിട്ട് അടി ഉണ്ടാകുന്നത് ഈ ഒരു അമിത് നോട്ടിയാണ്. അപ്പോൾ അമിത്തിന് അർപ്പിതയുടെ അടുത്തൊരു ഇൻട്രസ്റ്റ് വരികയാണ്. സോ ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇവർക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാവുകയാണ്. അന്നത്തെ ദിവസം, അതായത് പാർട്ടി നടന്ന ദിവസവും ഇവർ തമ്മിൽ അടിയുണ്ടായി. ആ ഒരു സമയത്ത് ഈ അർപ്പിതയെ അമിത് നൈസായിട്ടുകൊണ്ട് ഹാളിലെ സോഫയിലാണ് കിടത്തിയത്. എന്നിട്ട് ആളും ഈ ഒരു അർപ്പിതയുടെ അടുത്ത് കിടക്കുകയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കിടക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഈ ഒരു അമിത് അർപ്പിതയുടെ അടുത്ത് എന്താ പറയുക അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് അർപ്പിത ഓക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ ടോയ്ലറ്റിലോട്ട് പോയിട്ടുണ്ടാകാം. ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ പങ്കജെങ്ങാനും അവിടെ വന്നിങ്ങായിട്ട് ഡോർ നോക്ക് ചെയ്യുക, ടോയ്ലറ്റിൽ ആരാണെന്ന് ചോദിക്കുക, ആൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഇയാൾ ഈ ഒരു പെൺകുട്ടിയോട് നേരെ ആ ഒരു എന്താ പറയുക ജനലിലൂടെ ഇറങ്ങിയിട്ട് പൈപ്പിൻ്റെ അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ആ നിൽക്കുന്ന ടൈമിൽ അവിടെ നിന്ന് വഴിക്ക് നിലത്ത് വീണതാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടാകാം. ഇതാണ് ആദ്യത്തെ ഒരു തിയറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അർപ്പിത അവിടെ കിടക്കുകയായിരുന്നല്ലോ, ആ സമയത്ത് അമിത് സെക്ഷലി അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാകാം. ആ സമയത്ത് ഈ അർപ്പിത ആളെ എതിർത്തിട്ടുണ്ടാകാം. പിന്നീട് ഈ ഒരു അർപ്പിത നേരെ ടോയ്ലറ്റിലോട്ട് പോയ ടൈമിൽ ഈ എന്താ പറയുക അമിത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കീ യൂസ് ചെയ്തിട്ട് ടോയ്ലറ്റിൽ കയറിയിട്ട് വീണ്ടും സെക്ഷലി അസോൾട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാവാം. ആ സമയത്ത് എന്താ പറയുക അവർ പ്രതികരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ പെൺകുട്ടി എങ്ങാനും തള്ളുന്നതിൻ്റെ ഇടയിൽ വല്ല തലങ്ങാനടിച്ച് അവിടെ നിലത്ത് വീണിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാത്തൊരു ഭയത്തിൽ
നേരെ ആ ഒരു എയർ ഹോളിലൂടെ എടുത്ത്, എയർ ഹോളല്ല, ആ ഒരു ജനലിലൂടെ എടുത്ത് താഴോട്ട് ഇട്ടിട്ടുണ്ടാകാം. ഇതാണ് അടുത്തൊരു തിയറി. അടുത്തൊരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ അർപ്പിതയും അമിതും ആ ഒരു ടോയ്ലറ്റിൽ ഉണ്ടായിരുന്ന ടൈമിൽ പങ്കജ് നേരെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാകാം. ഇവർ 3 പേരും തമ്മിൽ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടാവും. ഇവർ 3 പേരും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. ആ ടൈമിൽ അർപ്പിതയെ പിടിച്ച് തള്ളിയ ടൈമിൽ എങ്ങനെ ഇതേപോലെ തലടിച്ചിട്ടോ എല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ബോധം പോയി അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇവർ 2 പേരും കൂടെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നേരെ ആ ഒരു ജനലിലൂടെ ഈ ഒരു പെൺകുട്ടിയെ എടുത്ത് നിലത്തോട്ടിട്ടതായിരിക്കാം എന്നുള്ളൊരു തിയറി കൂടെ പറയുന്നുണ്ട്. ഇനി ലാസ്റ്റത്തെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവിടെ ആകപ്പാടെ കുറച്ചെങ്കിലും ബോധം ഉണ്ടായിരുന്നത് അവിടുത്തെ കുക്കിനാണ്. സോ ഈ ഒരു കുക്കാണ് ഇതിൻ്റെ പിന്നിലെന്നുണ്ടെങ്കിലോ, മേ ബി ആള് കേസ് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണെങ്കിലോ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ടൈമിൽ അവർ 2 പേരെയും ഒരുമിച്ച് കിടക്കുന്നതായിട്ട് കണ്ടെന്നും അതിനുശേഷം ആള് പിന്നീട് ഉണർച്ച വന്ന് നോക്കിയപ്പോൾ ഇവർ 2 പേരെയും അവിടെ കാണാനില്ല എന്ന് പറഞ്ഞതും ആള് ഇതൊക്കെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അയാൾ ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ്. ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് തിയറീസ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു മർഡറായിട്ട് ബന്ധിപ്പിക്കുന്ന യാതൊരു എവിഡൻസും പോലീസിന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് തെളിയിക്കാനും പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ തിയറീസിൽ ഏതെങ്കിലുമൊക്കെ ഒന്നായിരിക്കുമോ സംഭവിച്ചിട്ടുണ്ടാവുക, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് നിങ്ങളുടെ ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഏതൊരു തരത്തിലായിരിക്കാം ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടതെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റജൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.